ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ക്വാളിറ്റി എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പണൻസ്, എങ്ങനെ ഹൈ ക്വാളിറ്റിയുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാം എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയാണ്. എന്താണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് എ ബ്രോഡർ കോൺസെപ്റ്റ് ദാറ്റ് കമ്പൈൻസ് ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ ഗവേണൻസ് ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസം. ഡാറ്റ ക്വാളിറ്റി, അതുപോലെ തന്നെ ഡാറ്റ ഗവേണൻസ്, അതുപോലെ ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉൾക്കൊള്ളുന്ന ഒരു വൈഡായിട്ടുള്ളൊരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. Simply, data integrity is the accuracy, completeness, reliability and security of data throughout its life cycle. ഡാറ്റയുടെ മുഴുവനായിട്ടുള്ള ലൈഫ് സൈക്കിളിൽ, അല്ലെങ്കിൽ ഡാറ്റ എത്രമാത്രം കാലം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അത്രയും കാലം ആ ഒരു ഡാറ്റ എത്രമാത്രം ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അതത്ര റിലയബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്ന കാലം, എത്ര കാലമാണോ ആ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കാലം അത്രയും ആ ഡാറ്റ ആക്യുറേറ്റ് ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണോ, അല്ലെങ്കിൽ റിലയബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡാറ്റ ഇൻറ്റഗ്രിറ്റി ക്യാൻ ബി എൻഷ്യൂർഡ് ബൈ അഡ്രസ്സിങ് ദ ഫോളോയിങ് 5 ഇഷ്യൂസ്. 5 കാര്യങ്ങളിലൂടെ ഡാറ്റ ഇൻറ്റഗ്രിറ്റിയെ നമുക്ക് എൻഷ്യൂർ ചെയ്യാം. ഈ ഒരു ഡാറ്റ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണോ എന്നുള്ളത് നമ്മൾ 5 കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഒരു 5 ഇഷ്യൂസിലൂടെ നമുക്ക് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയെ എൻഷ്യൂർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ട് ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, അതാണ് യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. യൂണിഫോമിറ്റി പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും. ആ ഒരു ലിമിറ്റിലുള്ള ഡാറ്റകളായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതാണോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് ചെക്ക് ചെയ്യാണ് യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്യും. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നാണോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, Version checks are performed when the data are transformed through the use of metadata to ensure that the format of the original data has not been changed. എന്താണ് പറഞ്ഞത്? നമ്മൾ ഡാറ്റ ഡിഫറെൻറ്റ് സോഴ്സ്ക്ക് അല്ലേ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും ഇല്ലേ? അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഡാറ്റയിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഈ ഡാറ്റയിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡാറ്റ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒറിജിനൽ ഡാറ്റ ഉണ്ടാവുമല്ലോ. ആ ഒറിജിനൽ ഡാറ്റയും അതുപോലെ തന്നെ ആ ഒറിജിനൽ ഡാറ്റയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഡാറ്റ മാറ്റമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് വേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഡാറ്റാബേസിൽ നിന്ന് മറ്റൊരു ഡാറ്റാബേസിക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഡാറ്റയുടെ ഫോർമാറ്റിനോ അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ കണ്ടൻറ്റിനോ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് വേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തത്, കംപ്ലീറ്റ്നെസ് ചെക്ക്. ആ ഡാറ്റ കംപ്ലീറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ,
നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ കംപ്ലീറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടുന്നോ അല്ലേ, നമുക്ക് ആ ഒരു കണ്ടൻറ്റ് അല്ലേ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും എല്ലാ ഡാറ്റയും ആ ഡാറ്റക്കകത്ത് ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഡാറ്റ കംപ്ലീറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് കംപ്ലീറ്റ്നെസ് ചെക്ക്. എ കംപ്ലീറ്റ്നെസ് ചെക്ക് എൻഷുർ ദാറ്റ് ദി സമ്മറൈസ്ഡ് ആർ correct and that all values need to create the summary are included. നമുക്കൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ ഡാറ്റയും ഇതിനകത്ത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് കംപ്ലീറ്റ്നെസ്. നമുക്കൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും ആ ഒരു ഡാറ്റക്കകത്ത് അല്ലേ കറക്റ്റായിട്ട് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് കംപ്ലീറ്റ്നെസ്. നെക്സ്റ്റ് കൺഫർമിറ്റി ചെക്ക്. A conformity check makes sure that during the data analysis and reporting, correlation are run between the value reported and previous values for the same number. Sudden changes can indicate a basic changes in the business analysis errors or bad data. നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്താനാണ്, അല്ലെങ്കിൽ ഡാറ്റ റിപ്പോർട്ടിംഗ് നടത്താനാണ്, അല്ലെങ്കിൽ ഡാറ്റ കോറിലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ് നമ്മളിങ്ങനെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തും, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡാറ്റയും അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിങ് നടത്തുമ്പോഴുള്ള ഡാറ്റയും തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു കൺഫേമിറ്റി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ വാല്യൂയിൽ ചേഞ്ചസ് വരാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റയും അവിടെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയും ഓക്കെ അതിൻ്റെ ആ ഒരു പ്രീവിയസ് വാല്യൂസും അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസും സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു കൺഫർമിറ്റി ചെക്കിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോഴുള്ള ഡാറ്റയും ഓക്കെ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. അത് വ്യത്യാസം വരാൻ പാടില്ല, അത് രണ്ടും ഒന്നാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഈ ഒരു കൺഫർമിറ്റി ചെക്ക് കൊണ്ട് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമ്മളെ പ്രീവിയസ് വാല്യൂസും മുമ്പ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാല്യൂസും ഓക്കെ പിന്നെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസും ഇത് സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ മുമ്പ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാല്യൂം ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസും ഒന്നാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അതാണ് കൺഫർമിറ്റി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അത് കൺസിസ്റ്റൻസി ആവണം എന്നാണ്. ഓക്കെ, സെയിം ആയിരിക്കണം എന്നുള്ളത്. Then sudden changes can indicate a basic changes in the business analysis errors or bad data. ഈ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് അല്ലേ ബിസിനസ്സിൽ ചേഞ്ച് വരും. ഓക്കെ, അതേപോലെ തന്നെ ബേസിക് ചേഞ്ചസിൻ്റെ ബിസിനസ്സിൽ ചേഞ്ച് വരും. അനാലിസിസ് എറേഴ്സ് ഡാറ്റ അനാലിസിസിൽ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ബാഡ് ഡാറ്റ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ എന്തായിരിക്കണം സെയിം ആയിരിക്കണം. ഇങ്ങനെ ചേഞ്ച് വന്നാൽ ഒരുപാട് എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ പ്രീവിയസ് ഡാറ്റയും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റയും എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ജീനോളജി ചെക്ക് ഓർ ഡ്രിൽ ഡൗൺ. ജീനോളജി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിക്ക് ട്രാൻസ്ഫർ നടത്തും അല്ലേ. നമ്മൾ എത്ര ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും അല്ലെങ്കിൽ എത്ര ട്രാൻസ്ഫർ വന്നാലും ഡാറ്റയുടെ ജീനോളജി ഓക്കെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് ജീനോളജി?
അതിൻ്റെ ഒറിജിനൽ സോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഡാറ്റ ഒരുപാട് തവണ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലും ഇപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും ആ ഡാറ്റയുടെ ഒറിജിനൽ സോഴ്സ് നമ്മൾ എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. അതാണ് ജീനോളജി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഡാറ്റ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഡാറ്റ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്ര കാര്യങ്ങളാണ് ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ യൂണിഫോമിറ്റി ആണ്. നമ്മൾ ആ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ലിമിറ്റിൽ നിന്നാണ് ആ കളക്ട് ഡാറ്റ ചെയ്തത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. രണ്ടാമത്തത് വേർഷനാണ്. ഓക്കെ, നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റയും നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും ഒന്നാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റം വന്നണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ കംപ്ലീറ്റ്നെസ്, ആ ഡാറ്റ കംപ്ലീറ്റ് ആണോ അല്ലേ, നമുക്കൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസ് അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് കംപ്ലീറ്റ്നെസ്. ദെൻ കൺഫേമിറ്റി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റയും നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും ഒന്നാണോ എന്നും, അല്ലെങ്കിൽ നമ്മളെ പ്രീവിയസ് വാല്യൂസും നമ്മൾ മുമ്പ് കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂസും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസും സെയിം ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് കൺഫേമിറ്റി. ദെൻ ജീനോളജി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സോഴ്സിൽ നിന്നാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ ഈ ഒരു ഡാറ്റ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്ര കാര്യങ്ങളാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.